ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ രണ്ട് വീഡിയോ, അതായത് വിമൻസ് ഹെൽത്തും ചിൽഡ്രൻസ് ഹെൽത്തും കുറച്ച് ഫ്രണ്ട്സ് കണ്ടപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു, പോറ്റി ഈ ഡയബറ്റിക്സിന് പറ്റിയത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് ഈസ് കോമൺ. ഞാൻ നേരത്തെ പറഞ്ഞു 4 പില്ലേഴ്സ് ഓഫ് ഒപ്റ്റിമൽ ഹെൽത്ത്, അതായത് റെഗുലർ എക്സസൈസ്, പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഡയറ്റ്, പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ. ഇതെല്ലാവർക്കും കോമൺ ആണ്. അതുകൂടാതെ ഈ ആഹാരത്തിൽ നിന്ന് കിട്ടാത്ത എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ ആഹാരം അറിയാമല്ലോ, എല്ലാം ജങ്ക് ഫുഡാണ്. അതായത് എയർ പൊല്യൂട്ടഡായി, വാട്ടർ പൊല്യൂട്ടഡായി, ഫുഡ് പൊല്യൂട്ടഡായി. അതുകൊണ്ട് തന്നെയാണ് അസുഖങ്ങൾ കണ്ടമാനം കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഡയബറ്റിക്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എവരിബഡി നോസ് അബൌട്ട് ഡയബറ്റിക്സ്. ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചായ എടുക്കുന്നതിന് മുമ്പ് ആ വീട്ടമ്മ ചോദിക്കും പഞ്ചസാര ഇടണമെന്ന് ചോദിക്കും. ഞാൻ സർപ്രൈസ്ഡാണ്, ഒരു വീട്ടിൽ പോലും ചോദിക്കാതിരിക്കുന്നില്ല. ഈ ഡയബറ്റിക്സ് വലിയൊരു അസുഖമല്ല, ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ മാനേജിങ് ഡയബറ്റിക്സ്. പക്ഷെ ഡയബറ്റിക്കിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് ഭയങ്കര പ്രശ്നം. ഈ ഡയബറ്റിക്സ് ആയിട്ട് തുടങ്ങി പിന്നെ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഡയബറ്റിക് പേഷ്യൻസിനാണ്. ഏറ്റവും കൂടുതൽ ആംപ്യൂട്ടേഷൻ, ഈ കാലൊക്കെ മുറിച്ച് കളയണത് ഡയബറ്റിക് ഇത് വരുമ്പോഴാണ്. കണ്ണ് റെറ്റിനോപ്പതി, അത് കണ്ണിന് പ്രശ്നം ഉണ്ടാകുന്ന ഡയബറ്റിക്കിൻ്റെ സൈഡ്. അപ്പം നമ്മൾ ഡയബറ്റിക്സ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫൈനലി ദ എൻഡ് പ്രോസസ് വിൽ ബി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ് വരുമ്പോൾ തന്നെ ഡയബറ്റിക്സ് ഓക്കെ, നമുക്ക് ഡയബറ്റിക്സ് ഉണ്ട്, അതിന് പ്രിവെൻറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രോ ആക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഫുഡിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം. പണ്ട് ആരും എക്സസൈസ് ചെയ്തിരുന്നില്ല. പണ്ട് എല്ലാവരും കിളക്കലും അരി അരക്കലും പാത്രം തേക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ടിപ്പോൾ എവരിബഡി ഈസ് ഗോയിങ് ഫോർ ജിം, ഡൂയിങ് എക്സസൈസ് ഓർ യോഗ എന്ന് പറഞ്ഞ മാതിരി ഫുഡിൽ നിന്ന് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് വി ആർ സപ്ലിമെൻറ്റ്സ് വിത്ത് സപ്ലിമെൻറ്റ്സ്. അവിടെ ന്യൂട്രലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ന്യൂട്രലൈറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ്സ് നമ്പർ വൺ സപ്ലിമെൻ്റ് ആണ്, നാച്ചുറൽ സപ്ലിമെൻ്റ് ആണ്. സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമിൽ നിന്നാണ് എല്ലാം എടുക്കുന്നത്. ഹെർബൽ കാറ്റഗറി ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ സ്വന്തം പ്ലാന്റ് ഉണ്ട്, മധുരയിൽ നമുക്ക് പ്ലാന്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബേസിക് പ്രോഡക്റ്റ് ആദ്യം കഴിക്കണം. അതെന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ പൗഡർ, നമ്മുടെ പ്രോട്ടീൻ പൗഡറാണ് ഈ കാണുന്നത്. ഇത് ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡറാണ്. ഇതിനകത്ത് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, നാച്ചുറലാണ്, ടേസ്റ്റ് ഒന്നുമില്ല. ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിക്കാം. ദോശയുടെ മാവിൻ്റെ കൂടെ ഒഴിക്കാം, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പിൻ്റെ പൊടിയുടെ കൂടെ ചേർക്കാം. വെറും ചൂടുവെള്ളത്തിൽ, ഞാൻ വെറും ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് കലക്കി കുടിക്കുക ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഡയബറ്റിക് അല്ല, ഒരു പ്രോ ആക്റ്റീവ് ഹെൽത്ത് എന്നുള്ളതായിരിക്കും. ഇത് കാലത്ത് 10 ഗ്രാം, വൈകുന്നേരം 10 ഗ്രാം കഴിക്കണം. ഓരോ സ്പൂൺ വെച്ചിട്ട് കാലത്തും വൈകുന്നേരം ഓരോ സ്പൂൺ കഴിക്കണം. ആൻഡ് ദിസ് ഈസ് നെക്സ്റ്റ് വൺ ഈസ് ആക്ച്വലി മൾട്ടിവിറ്റാമിൻ. മൾട്ടിവിറ്റാമിൻ എന്ന് പറഞ്ഞാൽ ഇതിന് 13 വിറ്റാമിനും 11 മിനറലും ഉണ്ട്. ഇത് 1 ടാബ്ലറ്റ് എ ഡേ മതി ആക്ച്വലി. പക്ഷേ വേണമെങ്കിൽ ക്രോമിയത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും സാധാരണ ഷുഗർ പേഷ്യൻസിന്. കാലത്തൊന്ന് വൈകുന്നേരം ഒന്ന് കഴിച്ചാലും കുഴപ്പമില്ല. ദെൻ ദേ ഷുഡ് ഗോ ഫോർ ഒമേഗ 3. ഒമേഗ 3 വെച്ചാൽ ഗുഡ് ഫാറ്റി ആസിഡാണ്. നമുക്ക് ഗുഡ് ഫാറ്റും ഉണ്ട്, ബാഡ് ഫാറ്റും ഉണ്ട്. ഒമേഗ 6 ഉണ്ട്, ഒമേഗ 3 ഉണ്ട്. ഒമേഗ 3 ഷോർട്ടേജ് തന്നെ. ഇപ്പോൾ ഒമേഗ 3 സാൽമൺ ഒമേഗ 3 എന്ന് പറയും, വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്ട്സ് ആണ്. ഇതിൻ്റെ മാർക്കറ്റിൽ കിട്ടുന്നു, നമ്മൾ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അത് കണ്ടറിയാം എന്താ വ്യത്യാസം എന്നുള്ളത്. ഇത് 1 ടാബ്ലറ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിച്ചാൽ മതി. ദെൻ മധുനാശിനി എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. മധുനാശിനി വെച്ചാൽ ഷുഗറിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കാണ്. ഇത് കാലത്തൊന്ന് വൈകുന്നേരം ഒന്ന് കഴിക്കാം. രാത്രി വയറിന് പ്രശ്നമുള്ളവർ, അതായത് സാധാരണ വയറിന് ആക്ച്വലി ഹെൽത്ത് പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ദേ ഷുഡ് ഗോ ഫോർ ദിസ് ടാബ്ലറ്റ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് ABH. അതായത് നമ്മുടെ ത്രിഫല, നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ഈ 3 കൂടിയുള്ളതാണ് ഇത് ത്രിഫല. ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ 2 വെച്ച് കഴിക്കണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ കുറച്ച് നാൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഈ സപ്ലിമെൻറ്റ്സ് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വീടിൻ്റെ ടെറസ് വാർക്കുമ്പോൾ മുട്ട് വയ്ക്കുമല്ലോ, മുട്ട് വെച്ചിട്ട് വാർത്ത കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാസമൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് മുട്ട് മാറ്റണേ എന്ന് പറഞ്ഞ മാതിരി സപ്ലിമെൻറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുക.
എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ റീഡിങ്സ് എടുക്കുമ്പോൾ കുറഞ്ഞ് വരികയാണെങ്കിൽ അതനുസരിച്ച് മെഡിസിൻ കുറച്ച് വരിക. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ മെഡിസിൻ ഇല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രം പോരാ, ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം നാച്ചുറലായിട്ട്. അപ്പോൾ ഇതാണ് ഡയബറ്റിക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും തന്നെ ഈ പ്രോഡക്ട്സ് മേടിക്കുക, ഉപയോഗിക്കുക. ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഹെൽത്തി ആയിട്ട് ബിൽഡ് ചെയ്യാം. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് മുടക്കുന്ന പൈസ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ പെർ ഡേ വരും. ഈ പൈസ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ യുവർ ഹെൽത്ത്. ബോഡിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതേസമയം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് ഇതിനെ ചെയ്യുന്നത് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഡോക്ടേഴ്സിനെതിരല്ല. പക്ഷേ അത് എക്സ്പെൻസാണ്. ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് എക്സ്പെൻസാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത്, അതായത് പ്രൊവാക്റ്റീവ് റിയാക്റ്റീവ് ഉണ്ട്. സോ ഓൾവേസ് ബി പ്രൊവാക്റ്റീവ്. സോ ഐ വാണ്ട് ഓൾ മൈ ഫ്രണ്ട്സ് ടു ബി പ്രൊവാക്റ്റീവ് വിത്ത് ദെയർ ഹെൽത്ത്. പിന്നെ ഡയബറ്റീസിന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഹെൽത്തി ഡേ, വണ്ടർഫുൾ ഡേ. താങ്ക് യു.